അന്വേഷണ ഏജൻസികളുടെ സമൻസിൽ എന്തുകൊണ്ട് ഹാജരാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനോട് ഡൽഹി ഹൈക്കോടതി. സമൻസുകൾക്കെതിരെ കെജ്രിവാൾ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ വാക്കാലുള്ള പരാമർശം. കേസിൽ 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ ഇഡിയോട് കോടതി ആവശ്യപ്പെട്ടു. ജിഷ്ണു ഏതാണ്ട് 8ഓളം സമൻസാണ് നിലവിൽ നൽകിയതാണ് മനസ്സിലാക്കാൻ സാധിക്കും. 8ഓ 9ഓ സമൻസ് ഡൽഹി മുഖ്യമന്ത്രിക്ക് ഇഡി നൽകിയിട്ടുണ്ടെന്നാൽ ഹാജരാകുന്നില്ല. ഇത് നിയമപരമല്ല എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി ഇഡി നൽകിയ സമൻസിൽ ഹാജരാവാതിരുന്നതിന് ജാമ്യം അനുവദിച്ചെങ്കിലും സമൻസുകൾ നിലനിൽക്കും, ഇഡിയുടെ നടപടി തുടരുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഹാജരാവാൻ എന്തേ കെജ്രിവാളിന് കഴിയുന്നില്ല എന്ന ചോദ്യമല്ലേ കോടതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്? ഉമേഷ്, സമൻസുകൾ ചോദ്യം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയിട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് അത്തരത്തിലൊരു വിമർശനം ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. അന്വേഷണ ഏജൻസികൾ സമൻസ് അയച്ചിട്ടും എന്താണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തത് എന്ന വാക്കാലുള്ള പരാമർശം ഡൽഹി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിന് ഉന്നയിച്ചു. അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള അഭിഷേക് മനു സിംഗ്വിയായിരുന്നു ഹാജരായിട്ടുള്ളത്. ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്നും അരവിന്ദ് കെജ്രിവാൾ അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ ഹാജരാകാതിരിക്കില്ല എന്നുള്ള വാദവുമാണ് അഭിഭാഷകൻ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും ഈ കേസ് പരിഗണിക്കുമ്പോൾ നേരത്തെ റോസ് അവന്യൂ കോടതി ഈ അരവിന്ദ് കെജ്രിവാളിന്റെ സമാനമായ ഹർജികൾ പരിഗണിച്ചിരുന്നു. അന്ന് കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചെങ്കിലും അന്വേഷണ ഏജൻസികളുടെ സമൻസ് റദ്ദാക്കാനാകില്ല എന്ന് കോടതി വളരെ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇഡി വീണ്ടും അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. മദ്യനയ അഴിമതി, ജൽ ബോർഡ് അഴിമതി, ഈ 2 കേസുകളിലും നടന്നിട്ടുള്ള കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. ഈ 2 കേസിലും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ ജൽ ബോർഡ് അഴിമതിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഹാജരാകേണ്ടിയിരുന്നത്, എന്നാൽ അന്ന് ഹാജരായിട്ടില്ല. മദ്യനയ അഴിമതി കേസിൽ അടുത്ത ദിവസം ഹാജരാകാനാണ് ഇഡി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അന്നും അരവിന്ദ് കെജ്രിവാൾ ഹാജരാകാൻ ഇടയില്ല എന്നുള്ളതാണ് ആം ആദ്മി നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ തുടർച്ചയായി സമൻസ് നൽകിയിട്ട് മദ്യനയ അഴിമതിയിൽ മാത്രം ഇതിനോടകം 9 തവണ അന്വേഷണ ഏജൻസി സമൻസ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിനെ അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. അതിനൊരു വിമർശനമാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അന്വേഷണ ഏജൻസികളുടെ തുടർന്നുള്ള നടപടി എന്തായിരിക്കും എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. കാരണം മദ്യനയ അഴിമതിയിൽ കുറ്റവാളികളുമായി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആശയവിനിമയം നടത്തിയതിന്, അതിന് നേതൃത്വം നൽകിയതിന് വ്യക്തമായ തെളിവുകളുണ്ട് എന്നുള്ളതാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ ഇഡിയും ഒപ്പം CBIയും വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കേസിന്റെ തുടർ നടപടികൾ മുൻപോട്ട് പോകുമ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴേ മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് എന്നാണ് BJP ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയപരമായി ആരോപണം മുൻപോട്ട് വെക്കുന്നത്. കേസിൽ 9 തവണയാണ് അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ജൽ ബോർഡ് അഴിമതിയും ഇഡി അന്വേഷിക്കുന്ന ഈ 2 കേസുകളിലുമാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് സമൻസ് നിലനിൽക്കുന്നത്. ഈ സമൻസുകൾക്കെതിരെ കെജ്രിവാൾ നൽകിയിട്ടുള്ള ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചിട്ടുള്ളത്. കേസ് ഏപ്രിൽ 22-ന് വീണ്ടും പരിഗണിക്കും. 2 ആഴ്ചയ്ക്കകം കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഉമേഷ്, ഈ കേസിൽ മറ്റ് അറസ്റ്റുകൾ ഉണ്ടായതുകൊണ്ട് ഹാജരായാൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന ഭയം അത് തന്നെയാവണം കെജ്രിവാളിനെ പിന്തിരിപ്പിക്കുന്നത്, അല്ലേ ജിഷ്ണു? ഉമേഷ്, തീർച്ചയായും ആ കേസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രേഖകൾ, പണമിടപാട് നടത്തിയതിന്റെ ഒപ്പം മദ്യനയ അഴിമതി രൂപീകരണവും ആ സമയത്ത് നടത്തിയിട്ടുള്ള ആശയവിനിമയങ്ങൾ, ഫോൺ കോൾ, ഒപ്പം സമൂഹ മാധ്യമങ്ങൾ എന്നിവ സംബന്ധിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള ആശയവിനിമയം സംബന്ധിച്ചും വ്യക്തമായ തെളിവുകൾ അന്വേഷണ ഏജൻസി സ്വീകരിച്ചിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലെ 2ാമനും ആം ആദ്മിയിലെ പ്രമുഖ നേതാവുമായിരുന്ന ഉപമുഖ്യമന്ത്രിയുമായിരുന്ന മനീഷ് സിസോദിയ ഇപ്പോഴും ജയിലിലാണുള്ളത് ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട്. കൂടാതെ ഈ ദക്ഷിണേന്ത്യൻ ഭാഗങ്ങളിൽ നിന്ന് ഈ കമ്പനികളെ കണ്ടെത്തുകയും ആ കമ്പനികളിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിന് അല്ലെങ്കിൽ ആം ആദ്മി നേതാക്കൾക്ക് അഴിമതി പണം നൽകുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ള BRS നേതാവ് കവിത അടുത്തിടെ അറസ്റ്റിലാവുകയും ഇപ്പോൾ ഏജൻസി ചോദ്യം ചെയ്യുകയുമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഏജൻസിയുടെ മുൻപോട്ട് പോക്കിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യാനിടയുണ്ട് എന്നുള്ള വ്യക്തമായ ധാരണ അരവിന്ദ് കെജ്രിവാളിനുമൊപ്പം ആം ആദ്മി നേതൃത്വത്തിനുമുണ്ട്. അതുകൊണ്ട് പരമാവധി അതിനെതിരെ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മി നേതാക്കളുടെയും പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ ഇഡിയും CBIയും എല്ലാം BJPയുടെ ഏജൻസികളാണ് എന്ന രാഷ്ട്രീയപരമായ ഒരു ആരോപണം മുൻപോട്ട് വയ്ക്കുന്നു. ഈ സമൻസുകൾ നിയമവിരുദ്ധമാണ് എന്ന ആരോപണങ്ങൾ മുൻപോട്ട് വെച്ചുകൊണ്ട് ഈ നടപടികൾ പരമാവധി വൈകിപ്പിക്കുകയും അതിലൊരു രാഷ്ട്രീയ നിറം കൊണ്ടുവരികയുമാണ് ആം ആദ്മിയും അരവിന്ദ് കെജ്രിവാളും ചെയ്യുന്നത്. പക്ഷേ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഫേസ് ആപ്പ് വഴി
നയ അഴിമതി കേസിലെ കുറ്റവാളികളുമായി ആശയവിനിമയം നടത്തിയതിന് തെളിവുണ്ട് എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഡൽഹിയിൽ മദ്യവിതരണത്തിന്റെ ചുമതല സ്വകാര്യ കമ്പനികൾക്ക് പൂർണ്ണമായും വിട്ടു നൽകിയതിലൂടെ ഏകദേശം 100 കോടി രൂപയാണ് ആം ആദ്മി നേതാക്കൾ കൈപ്പറ്റിയത് എന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ശരി ജിഷ്ണു, എന്തായാലും എന്തുകൊണ്ട് ഹാജരാവുന്നില്ല എന്ന കോടതിയുടെ ചോദ്യം ഏറെ പ്രസക്തമാണ്. 2 തരത്തിൽ നടത്തിയ അഴിമതി കേസിലാണ് എന്തായാലും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അന്വേഷണം നേരിടുന്ന 9 സമൻസുകൾ ലഭിച്ചിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഹാജരാവുന്നില്ല എന്ന ചോദ്യം അതേറെ പ്രസക്തം തന്നെയാണ്.